കലോത്സവം തത്സമയം പുതുക്കി അപ്ഡേറ്റഡ് ആണ്. ഇരുപത്തഞ്ച് വേദികളും മത്സരങ്ങളും ഏതാണെന്ന് കൃത്യമായി അറിയാം. മത്സരം കഴിയുമ്പോൾ തന്നെ അത് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യും. റിസൾട്ട് പ്രഖ്യാപിച്ചാലുടൻ അതും അറിയാൻ സാധിക്കും. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷനാണ് ഡിജിറ്റൽ വത്കരണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. 2008 ഇതിൻ്റെ കാഴ്ച വിക്ടേഴ്സ് വഴി നൽകി തുടങ്ങി. 2010 50-ാം കലോത്സവം കോഴിക്കോട് വെച്ചുള്ള 50-ാം കലോത്സവത്തിലാണ് ഇതിൻ്റെ മത്സരങ്ങൾ ഓട്ടോമൈസ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ചെയ്യുന്ന പ്രവർത്തനം തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ 63-ാം കലോത്സവം ആകുമ്പോഴേക്കും ഇതിൻ്റെ മുഴുവൻ രജിസ്ട്രേഷൻ തൊട്ട് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രിൻറ്റിങ്ങും ഓരോ വേദിയിലും ഓരോ മത്സരങ്ങൾ നടക്കുമ്പോൾ തത്സമയം അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രൂപത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ സംവിധാനമായിട്ടുണ്ട്. മത്സരാർത്ഥികളുടെ രജിസ്ട്രേഷൻ മുതൽ ഫലപ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് പ്രിന്റിംഗും ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രക്രിയകളും ഇത്തവണ ഓൺലൈൻ രൂപത്തിലാണ് നടക്കുന്നത്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം സമ്പൂർണ്ണ ഡിജിറ്റലൈസ്ഡ് ആയാണ് മുന്നേറുന്നതും. 25 വേദികളിലും ഈ മത്സരം നടക്കുന്നത് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. എന്ന് പറയുമ്പോൾ രജിസ്ട്രേഷൻ വിവരങ്ങളെല്ലാം ഓട്ടോമേറ്റഡ് ആയിട്ടുണ്ടാവും. അവരത് ഓരോ മത്സരം തുടങ്ങുമ്പോൾ 25 വേദികളിലും അതിലെ സ്റ്റേജ് മാനേജർമാർ ആ മത്സരം സ്റ്റാർട്ട് ചെയ്ത സമയം ചെസ് നമ്പറാണെന്നുള്ളത് വരുന്നു, തീരുമ്പോൾ അവരവിടെ എൻട്രി ചെയ്യുന്നു. അങ്ങനെ ഓൺലൈനായിട്ട് ഓരോ നിമിഷവും ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പൊതുജനങ്ങൾക്ക്, മത്സരം നടത്തുന്നവർക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കും ഏത് വേദിയിൽ ഏത് മത്സരമാണ്, അത് എപ്പോൾ തുടങ്ങി എപ്പോൾ തീരും എന്നുള്ളത് ഉൾപ്പെടെ കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നു. മത്സരാർത്ഥികളെ ക്ലസ്റ്ററുകളാക്കി തിരിക്കൽ, അവരുടെ പാർട്ടിസിപ്പന്റ് കാർഡിന്റെ അച്ചടി, ടീം മാനേജർമാർക്കുള്ള റിപ്പോർട്ടുകൾ, ലോവർ ഹയർ അപ്പീൽ നടപടിക്രമങ്ങൾ, ഇങ്ങനെ എല്ലാം തന്നെ പൂർണ്ണമായും കൈറ്റ് പോർട്ടൽ വഴിയാണ് നടക്കുന്നത്. മത്സരഫലങ്ങൾ തത്സമയം ലഭ്യമാക്കാൻ തുടങ്ങിയ കൈറ്റ് ഉത്സവം വെബ്സൈറ്റ് ആപ്പുമുണ്ട്. ഓരോ സ്റ്റേജിലും ഒരുപാട് ഒഫീഷ്യൽസ് ഉണ്ട്. അപ്പോൾ അവർ റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവരുണ്ട്, ഈ പാർട്ടിസിപ്പൻസ് വിളിക്കാൻ വേണ്ടിയിട്ടുള്ളതുണ്ട്, ഇത് രേഖപ്പെടുത്താനുണ്ട്. ഇതിനൊക്കെ ചുമതലപ്പെടുത്തുന്ന ഓരോരോ കമ്മിറ്റികൾ കൃത്യമായിട്ട് ആളുകളെ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഭക്ഷണം വിളമ്പുന്നതിനുള്ള പോലെ 2000 പേർക്കൊക്കെ ഒരേ സമയം എന്ന് പറഞ്ഞ പോലെ ഓരോ സ്റ്റേജിലും ഇതിനുള്ള സംവിധാനമുണ്ട്. അതായത് ഒരു ഏഷ്യയിലെ ഏറ്റവും വലിയ മേള എന്നുള്ളത് വളരെ പ്രോപ്പർലി ഒരു ഇവന്റ് മാനേജ്മെന്റിന്റെ ഒരു വലിയ ഉദാഹരണം കൂടിയാണ് നമ്മുടെ സ്കൂൾ കലോത്സവം. സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികത QR കോഡ് വഴി ഉറപ്പാക്കാനും ഡിജി ലോക്കർ വഴി ലഭ്യമാക്കാനും പോർട്ടലിൽ സൗകര്യമുണ്ട്. ഇനി ലോകത്തിന്റെ ഏത് കോണിലും ഇരുന്ന് നമുക്ക് കലോത്സവം സുഖമായി തന്നെ ആസ്വദിക്കാം. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് നമ്മൾ കേൾക്കാറുണ്ടല്ലേ. എന്നാൽ ഈ കലോത്സവത്തിൽ അത് നമുക്ക് കാണാനും കഴിയും. കഴിഞ്ഞ മത്സരങ്ങൾ, ആരാണ് വിജയി, ആർക്കൊക്കെ ഏതൊക്കെ ഗ്രേഡ് ലഭിച്ചു, ഇനി ഏത് മത്സരമാണ്, ഇതൊക്കെ നമുക്ക് ഒരൊറ്റ സൈറ്റിൽ നിന്നും ലഭിക്കും. അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇപ്പോൾ ഈ കലോത്സവത്തിൽ. കൈരളി ന്യൂസ് ഓൺലൈനു വേണ്ടി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറാമാൻ അഭിലാഷിനൊപ്പം ശ്രുതി ശിവശങ്കർ.